പ്രതാപവർമ്മ എന്ന എന്റെ അച്ഛനോട് വലിയ വർത്തമാനം പറയരുത്. പറഞ്ഞ തന്റെ നാവ് പിഴുതെടുക്കാൻ പ്രതാപവർമ്മയ്ക്ക് ആൺമക്കള് തന്നെ വേണമെന്നില്ല. ഈ ഒരു പെൺമകള് തന്നെ ധാരാളം. മനസ്സിലായോടോ തനിക്ക്? ഒന്ന് ക്ഷമിക്ക് സാറേ. എന്തായാലും ആ സിറ്റുവേഷൻ ഒന്നും തരണം ചെയ്തില്ലേ? തരണം ചെയ്തു. ഞാൻ എങ്ങനെ തരണം ചെയ്തെന്ന മണിക്കുട്ടൻ പറയുന്നത്? അവിടെ നടന്നത് അത്ര പെട്ടെന്ന് എനിക്ക് മനസ്സുകൊണ്ട് തരണം ചെയ്യാൻ പറ്റുമോ? അവളെന്നെ പൊളിച്ചടുക്കി കളഞ്ഞില്ലേ ആ വർമ്മയുടെ മോള്. എന്താണ് അവളുടെ പേര്? ലതിക. ഋതിക. ഋതികയോ തനികയോ എന്തായാലും വർമ്മയേക്കാൾ വലിയ ശത്രു എനിക്കിപ്പോ അവളായി മാറിയില്ലേ? അവൾ എന്നോട് പറഞ്ഞതൊക്കെ ഈ വീഡിയോയിലുണ്ട്. ഇത് കാണാം. തനിക്ക് പൊതുജനങ്ങളോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. പട്ടുമാരി സ്വരുക്കൂട്ടം മാത്രം താൻ പൊളിറ്റിക്സ് തെരഞ്ഞെടുത്തത്. ദൈവമേ, ഇവള് സാറിനെ കൊന്നു കൊല വിളിക്കുകയാണല്ലോ. കൊല വിളിച്ച് അവളുടെ നിലവിളി എനിക്ക് കേൾക്കണം. ജീവന് വേണ്ടി പെടയുന്ന നിലവിളി. ഇത് അനന്തംപിള്ള സാറ് കയറി കൈകാര്യം ചെയ്യേണ്ടെന്നാ എന്റെ പക്ഷം. തണ്ടിയും തരവും ചേർന്നവർ തമ്മിലല്ലേ ഫൈറ്റ് ചെയ്യേണ്ടത്. ഇത് അനന്തംപിള്ള സാറിന്റെ മക്കൾക്ക് വിട്ടുകൊടുത്തൂടെ? അതൊന്നും വേണ്ട. ഇതൊക്കെ ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. ഇത് കഥ വേറെയാ. ഇതെന്റെ കഥ. ഇത് എന്റെ പ്രതികാരം. എന്റെ മക്കളെ ഈ ലോക്കൽ പൊളിറ്റിക്സിൽ ഇറക്കാൻ എനിക്ക് താല്പര്യമില്ലടോ. ഈ പക ഞാൻ തീർത്തോളാം. വർമ്മയുടെ മകളോടുള്ള പക തീർക്കാൻ എനിക്കറിയാം. സാറേ, കൊല്ലുന്നതും പ്രതികാരം വിട്ടതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഒരു പുൽക്കൊടി തുമ്പ് പോലും അറിയാതെ അത് ചെയ്യണം. ഒരു മർഡർ യാതൊരു തെളിവുമില്ലാതെ എങ്ങനെ ചെയ്യണമെന്ന് താൻ എന്നെയാണോ പഠിപ്പിക്കുന്നത്? ഒരു തെളിവും ബാക്കി വെക്കാതെ അവളെ ഞാൻ അവസാനിപ്പിച്ചിരിക്കും. താനത് കണ്ടോ? ആ അനന്തംപിള്ളെ മോള് പൊളിച്ചടക്കിന്നാ കേട്ടത്. ആണോ? അയാളല്ലെങ്കിലും ഒരു ഗജ ഫ്രോഡാ. അഴിമതിയുടെ ആശാൻ. അഴിമതിയും അക്രമവും കാണിക്കുന്നവരൊക്കെ ഏട്ടന് ഇഷ്ടമല്ലല്ലോ. അങ്ങനെ പണ്ട് ഇവനെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടതായിട്ട്. ഏട്ടന്റെ മെക്കെട്ട് കയറാനാ അയാൾ ഓഫീസിലേക്ക് വന്നത്. ഋതുമോള് ശരിക്കും കൊടുത്തു. ഋതുപുരാണോ ആണ്. ഇത് കേൾക്കുമ്പോ എനിക്ക് കൊലി വരും. അല്ലെങ്കിലും എന്റെ ചേച്ചി ഒരു ജാൻസി റാണിയാ. ആ കുരുമുളക് പെണ്ണിന്റെ ഒരു ഉത്സാഹം കണ്ടില്ലേ? ഇവളുടെ ഒരു പഴയ ചുറ്റിക്കളിക്കഥ നമ്മുടെ കയ്യിലില്ലേ? എടുത്തിട്ട് പങ്ക് പൊട്ടിച്ചാലോ? ആ കമ്പവും കഴിഞ്ഞ് കാറ്റും പോയി. ഇപ്പൊ എടുത്തിട്ട് പൊട്ടിച്ചാലേ നമ്മൾ പൊട്ടും. വിക്രമത്തിന് വേതാളം വരുന്നുണ്ട് കേട്ടോ. നീ വാ. ഓ, വാത്സല്യഭാജനം. ഈ വക പുന്നാരിക്കല് കാണുമ്പോ എനിക്ക് സർവാംഗം പുകയാ. മോളെവിടെയാ അമ്മി? മോൾ അവിടെയല്ലേ പ്രതാപേട്ട? രാജുവിന്റെ വീട്ടില്. ആ, അവൾ അവിടെയാണല്ലോ. അല്ല, ഇതെന്താ അവൾ അവിടെയും ഇവിടെയായിട്ടൊക്കെ നിൽക്കുന്നേ? ഇത് അവളുടെ വീടല്ലേ? അവളുടെ സ്വന്തം വീട്. അവളുടെ അച്ഛനും അമ്മായിയും അമ്മമ്മയും ചെറിയച്ഛനും ചെറിയമ്മയൊക്കെ അല്ലേ നമ്മള്?
അവൾക്ക് ഇവിടെ വന്നൂടെ? അത് ശരിയാ. ചേച്ചി എപ്പോഴും ഇവിടെ വന്ന് നിന്നിരുന്നെങ്കിൽ എന്ത് സന്തോഷാവുമായിരുന്നു. കല്യാണം കഴിച്ചു വിട്ട പെണ്ണല്ലേ, അവള് ഭർത്താവിന്റെ വീട്ടിലാ നിൽക്കേണ്ടേ. അങ്ങനെ നിയമമൊന്നുമില്ലല്ലോ ചേച്ചി. അതൊക്കെ ഒരു ആചാരങ്ങളല്ലേ. ആചാരങ്ങൾ പലതും ലംഘിക്കപ്പെടാറില്ലേ? വിവാഹശേഷം അവൾ കൂടുതലും രാജുവിന്റെ വീട്ടിലാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ മോളും രാജുവും കൂടി ഇവിടെ നിൽക്കാൻ പറയാം. ഏയ്, അതൊന്നും വേണ്ട. നമ്മുടെ തീരുമാനം അടിച്ചേൽപ്പിക്കൊന്നും വേണ്ട. അവൾക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ വന്നാ മതി. മകളുടെ സന്തോഷവും സമാധാനവും നമ്മളായിട്ട് നശിപ്പിക്കണ്ട. അല്ലെങ്കിൽ തന്നെ മകള് വലുതായി ഒരു കുടുംബമായി കഴിഞ്ഞ പിന്നെ എന്ത് അച്ഛനല്ലേ? നമ്മുടെ മനസ്സൊക്കെ ആര് തിരിച്ചറിയാം? പിന്നെ ഒരു തന്തമകള്.